കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എങ്ങോട്ടായി കെട്ടിയിറങ്ങി പോകുന്നതല്ലേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ അനിയത്തിക്കുട്ടിയുണ്ടായി പ്രഭാകരനെ കാണാൻ ഓടുന്നതാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സനയുണ്ട്. നമ്മൾ അടുക്കണ്ട അവിടുന്ന് ഫ്രൂട്ട്സും കുഞ്ഞാവയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ വാങ്ങി അടുക്കത്തിന്നാണ്. പിന്നെ നമ്മൾ അവളുടെ വീട്ടിലോട്ട് നടക്കുകയാണ്. ഭയങ്കര വെയിലാണ് എങ്കിലും നമ്മൾ പൈസ ലാഭിക്കാൻ പിശിക്ക് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് മടുത്തപ്പോൾ നമ്മൾ കൈയൊക്കെ പിടിച്ചോന്ന് വെച്ച് നടന്നു പോയി. അങ്ങനെ നടന്നതാണ് നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ സ്കൂൾ, സെൻറ് ജോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പോൾ ഇവിടെ 7th വരെ ഉള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് വർഷമാണ് നമ്മുടെ. സോ അങ്ങനെ നമ്മൾ വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ നടന്നു പോയി. പിന്നെതാ ജുവലിൻ്റെ വീട്ടിലെത്തി. അവളുടെ റിയാക്ഷൻ കാണാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു നമ്മൾ. പക്ഷേ അവൾ വീട്ടിലില്ലായിരുന്നു, അവൾ പള്ളിയിൽ പോയി. പിന്നെ നമ്മൾ അവളുടെ വന്നപ്പോഴേക്കും അറിഞ്ഞു. പിന്നെതാ അവളുടെ കൈ മുറിഞ്ഞ കഥയൊക്കെ അവൾ നമ്മളോട് വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ചായ കുടിയാണല്ലോ അമ്മേ, നമ്മൾ ചായ കുടി എന്ന ചടങ്ങിലേക്ക് കടന്നിട്ട് അതിനുശേഷം ഒരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അവളുടെ വീട്ടിന് തൊട്ട് താഴെ ഒരു തോടുണ്ട് കേസ്. നമ്മൾ ആ തോട്ടിലോട്ട് പോയി. പിന്നെ നമ്മളെ പറ്റിക്കാനായിട്ട് അവിടെ ഒളിച്ചിരിക്കുന്ന അനിയനെ കണ്ടുപിടിച്ച സന്തോഷത്തിലാണ് സനയും ജുവലും. പിന്നെ നമ്മളൊരു പാട്ടാണ്. അടിവയറ്റില് മഞ്ഞുള്ള രാത്രി ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണി. പാട്ടിന് ശേഷം നേരെ തോട്ടിലോട്ട് ഇറങ്ങി. സൈഡിലൊരു ചിലിമ്പിക്കയുടെ മരമുണ്ട്. അതുകൊണ്ട് ചിലിമ്പിക്ക് മൊത്തം വെതറി കിടക്കണം. വെള്ളത്തിൽ കളിക്കുന്ന സനയാണെങ്കിൽ സ്കൂളൊക്കെ കാണുന്നത്. ഞാനിവിടെ കളിച്ച് ഒന്നിനെ വീഡിയോ എടുത്തില്ല. പിന്നെ ജുവൽ ഫോൺ സ്ക്രോളും ചെയ്തുകൊണ്ടോട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അനിയനെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ അനിയന് കുറച്ച് മീനെ കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ. ഞാൻ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴേക്കും അവർ അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് കയറി വന്നു. പിന്നെ നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് ഞാൻ കേൾപ്പിക്കുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. നനഞ്ഞു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം എൻ്റെ മൊത്തം ഡ്രസ്സ് മൊത്തം നമ്മൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. സാധനം കണ്ടാൽ മനസ്സിലാക്കാം. ഈ ഡയലോഗിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം അവിടെ കളിച്ചു. പിന്നെ നമ്മളൊരു വയലുണ്ട് ഇവളുടെ വീട്ടിൻ്റെ അടുത്ത്, അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും. പിന്നെ ഞാനും ജോലി നമ്മുടെ അടുത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി പോവാനുണ്ട്. പിന്നെ വയലെത്തിയിട്ടോ സത്യം പറഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ വീസ് അവിടെ കാണാൻ. പിന്നെ ഞാൻ ജുവലിൻ്റെ കയ്യും പിടിച്ച് നടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ വയലിൽ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. പിന്നെ വയലിൽ നിന്ന് ഇറങ്ങി വയലിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വീണ്ടും ഒരു പാട്ട്. പിന്നെ ജോലി നമ്മളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ.